ഗൈസ്, അപ്പം ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മലയാളി അസോസിയേഷൻ ഈയിടെ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ അല്ലേ? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് വീക്കെൻഡ് എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണെന്നുള്ളത് അല്ലേ. ഞാൻ നേരത്തെ ഒരു 1.5 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും ഫിയോണയും കൂടി ഞങ്ങൾ ഇന്ന് ബേൺസ്ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വിട്ടുപൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ബേൺസ്ഡെയിൽ നമ്മൾ ട്രാൽഗൺ എന്ന് പറഞ്ഞ സ്ഥലത്തായി. നല്ല കൺട്രി സൈഡിൽ കൂടെയുള്ള യാത്ര. ഇത് ട്രെയിൻ മാത്രമല്ല കേട്ടോ, ബസ്സും ഓൾ വിക്ടോറിയയിലെ ട്രെയിനും ബസ്സും വീക്കെൻഡ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം വാർണാംബൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, പോർട്ട്ലാൻഡ് വാർണാംബൂൾ. അത് എനിക്കൊന്ന് നമ്മുടെ മെൽബണിൽ നിന്ന് ഏകദേശം 5 മണിക്കൂറുണ്ട്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് പോയി ഈ സ്റ്റേറ്റിൻ്റെ ഏത് കോർണറിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് പോയി അവിടെയൊക്കെ എൻജോയ് ചെയ്യാം. വൈ നോട്ട്? പിന്നെ ഇത് ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ഫ്രീ ആക്കിയതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ടാക്സ്, ആ ടാക്സിൽ നിന്ന് ഏകദേശം ഇത്ര മില്യൺ, 15 മില്യൺ ഏതാണ്ട് ഡോളർ എടുത്തിട്ട് ഇവിടെ വലിയൊരു ടണൽ പണിതായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഒരു താങ്ക്സ് ഗിവിങ് ആയിട്ടാണ് ഈ ഫ്രീ ട്രാവലിങ് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. അത് ഓൾ ഡിസംബർ അങ്ങനെയാണ്, ഡിസംബർ ജനുവരി. സോ അത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ബേൺസ്ഡെയിൽ വന്നു. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്, അതുപോലെ വാക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് കാണുക, എക്സ്പ്ലോർ ചെയ്യുക, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറുക, കുറച്ച് ഫുഡ് അടിക്കുക, തിരിച്ചു പോവുക. ഏതങ്ങനെ ഏതൊക്കെയാലും ബേൺസ്ഡെയിൽ വരെ വന്നതല്ലേ, നമ്മൾ 2 ബർഗർ അങ്ങോട്ട് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട്. ബർഗർ കഴിക്കുന്നത് മുഴുവൻ നമുക്ക് ദഹിപ്പിക്കുകയും ചെയ്യണം അല്ലേ. ആ കാലറി മുഴുവൻ ബേൺ ചെയ്തിട്ട് വേണം ബേൺസ്ഡെയിലിൽ നിന്ന് പോകാനായിട്ട് അല്ലേ. അപ്പം ഞാൻ രാവിലെ വീഡിയോ ഇട്ടതുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, അപ്പം നമ്മളിത് ബേൺസ്ഡെയിൽ വന്നു 2 മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇദ്ദേഹം പേരെങ്ങനെയാണെന്ന് പറഞ്ഞത്? മൈക്കിള് കോഴിക്കോട് നിന്ന്, പിന്നെ ശരത്ത് മാവേലിക്കരക്കാരനാണ്. ഞങ്ങൾ നേരത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ബൈക്കിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഗൈസ്, അപ്പം ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മലയാളി അസോസിയേഷൻ ഈയിടെ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ അല്ലേ? എത്ര നാളായി? ഇപ്പം ക്രിസ്മസിൽ നമ്മൾ അനൗൺസ് ചെയ്തു. കുറച്ച് ദിവസത്തിന് മുമ്പാണ് അത് കിട്ടിയത്. അത് ശരി. രജിസ്റ്റേർഡ് ആയിട്ടുള്ള മലയാളി അസോസിയേഷൻ ഇപ്പം റീസെന്റ് സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ. ഇക്മ എന്നാണ് അതിന്റെ പേര്. അത് അല്ല, ഈസ്റ്റ് ഗിപ്സ്ലാൻഡ് മലയാളി അസോസിയേഷൻ. ബേൺസ്ഡെയില്, പെയിൻസ്വില്ല്, ലേക്സ്, ഓമിയോ, ഓർബോസ്റ്റ് അങ്ങനെ ഈ ഷെയറിലുള്ള എല്ലാവരും കൂടി. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒമിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ബൈക്ക് ട്രിപ്പൊക്കെ പോയിട്ടുള്ളൂ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, 140 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കുള്ള ഹെൽപ്പും കാര്യങ്ങളും അഡ്വൈസും കാര്യങ്ങളും ഒക്കെ ഇവർ ചെയ്തു തരും. ഇവർ നേരത്തെ വന്നതാണോ അല്ലേ? അതെ. ഞങ്ങളിപ്പം 2-3 വർഷമായിട്ടേ ഉള്ളൂ ഇത്രയും മലയാളികൾ ഇവിടെ. ഒത്തിരി പേരെ കണ്ടെത്താനുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടെത്തണം. ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഈ ഒരു ഷെയറിലുണ്ടെങ്കിൽ, ഈ ഷെയർ എന്ന് പറയുമ്പോൾ ബേൺസ്ഡെയിൽ ഷെയർ എന്നാണോ പറയുന്നത്? ഈസ്റ്റ് ഗിപ്സ്ലാൻഡ് ഷെയറിലുള്ള ആരെങ്കിലും ഒക്കെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷെയർ ആണ്. ഓക്കെ. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഒക്കെ മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്പറുകൾ ഞാൻ തരാം. അപ്പോൾ അവർ അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. അപ്പം വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനിയും ഈ വഴിക്കൊക്കെ വരിക. പിന്നെ തീർച്ചയായിട്ടും ഇനിയും കാണാം. ഓക്കെ. അസോസിയേഷന്റെ പരിപാടികളിലൊക്കെ നമുക്ക് സജീവമായിട്ട് പങ്കെടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.